നാട്ടിന്റെ ക്രമസമാധാനം തകരണം അഥവാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലതരം പ്രചരണങ്ങൾ, എല്ലാ കാര്യവും ഒരു പ്രശ്നവുമില്ല എന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. എന്നാൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അക്രമങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലീസിനെതിരെ കേരളത്തിൽ ഈ അടുത്ത് നടന്ന സമരങ്ങളിൽ നമ്മൾ കോൺഗ്രസുകാർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഉരുളി പോലീസിന്റെ നേരെ വലിച്ചെറിയാം. പോലീസ് പെർഫെക്റ്റ് ആണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. സമരങ്ങളാവുമ്പോ പണ്ട് ഞങ്ങളും നെല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉരുളി എറിഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഒരു പ്രശ്നമില്ലാത്ത ഇങ്ങോട്ട് അടി കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതിരോധിച്ച്. ഒരാവശ്യമല്ലാതെ ഉരുളി വലിച്ചെറിഞ്ഞത് എന്തിന്? ആലോചിക്കുക. അവിടെയാണ് 59 മോഡൽ വണ്ടി വീണ്ടും എണ്ണയിട്ട് മെരുക്കിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 59 പയറ്റിയ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ കാരണമായ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും RSSും ആലപ്പുഴയിലും പാലക്കാടും നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടും RSSും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ ചില പോപ്പുലർ ഫ്രണ്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രചരിപ്പിക്കുന്നത് അവർ RSSനെ പ്രതിരോധിക്കുന്നവരാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ല. RSSനെ പ്രതിരോധിക്കുന്നവർ RSSുമായി ആശയപരമായ വിയോജിപ്പുണ്ടാവണം. RSSുമായി ഇടതുപക്ഷത്തിനെതിരായ പല വേദികളിലും ഒരുമിച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും RSSും. ഈ പോപ്പുലർ ഫ്രണ്ടിനെ RSS സഹായിക്കുന്നു, RSSനെ പോപ്പുലർ ഫ്രണ്ട് സഹായിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിമിഷ നേരം കൊണ്ട് അവരിൽപ്പെട്ടവരെ കൊല്ലാൻ അവർക്ക് വഴിയൊരുക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാനുള്ള മാപ്പ് തയ്യാറാക്കി കൊടുത്തത് അവർ പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക വർഗീയവാദം RSSന് ബദലല്ല. RSS ഇരുട്ടത്ത് നിൽക്കുമ്പോ RSSന് വെളിച്ചത്തേക്ക് പോകാൻ ടോർച്ചടിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. RSSും പോപ്പുലർ ഫ്രണ്ടും നാണയത്തിന്റെ ഇരുവശങ്ങളല്ല, ഒരേ നാണയത്തിന്റെ ഒരേ വശങ്ങളാണ്. അവർ ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഈ രാജ്യത്ത് ഫാസിസത്തെ തടയാനാവില്ല. ഇസ്ലാമിക വർഗീയത കൊണ്ടാവില്ല, ന്യൂനപക്ഷ വർഗീയത കൊണ്ടാവില്ല, മുസ്ലിം ലീഗിനെ കൊണ്ട് ഒട്ടുമേ. ഇന്ത്യയുടെ നട്ടെല്ല് ഫെഡറൽ സംവിധാനമാണ്. ഈ ഫെഡറലിസം അതിന്റെ ഏറ്റവും ഭീകരമായ വെല്ലുവിളി നേരിടുന്ന സമയം അവിടെയാണ് ഗവർണർ, കേരളത്തിന്റെ ഗവർണർ അവിടെയാണ് കളിക്കുന്നത്. പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാടിനകത്തെ പഴയ ആളുകൾക്ക് കൃത്യമായി അറിയാം. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടത് 1957 ഏപ്രിൽ മാസം 5-നാണ്. 1957 ഏപ്രിൽ 5-ന് സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരൊറ്റ ലക്ഷ്യമുള്ളവരാണ്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഭരിക്കാൻ പാടില്ല. സാക്ഷാൽ പണ്ഡിറ്റ് ഗവർണർ കേരളത്തിലെ സ്വതന്ത്ര MLA-മാരെ, അതിൽ ജോസഫ് മുണ്ടശ്ശേരിയുണ്ട്, അതിൽ VR കൃഷ്ണയ്യരുണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയുള്ള, VR കൃഷ്ണയ്യരെ പോലെയുള്ള ഏറ്റവും പ്രതിഭാശാലികളായ മനുഷ്യരെ അന്നത്തെ ഗവർണറായ റാവു അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് ഒറ്റക്കൊറ്റ ക്ഷണിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, പാർലമെന്ററി ചരിത്രത്തിൽ ഏതെങ്കിലും സ്വതന്ത്ര MLA-മാരെ ഒറ്റക്കൊറ്റക്ക് ക്യാബിനിലേക്ക് ക്ഷണിക്കുന്ന രീതി ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിൽ മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. ഒറ്റക്കൊറ്റക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ്? ഇന്നത്തെ അമിത്ഷാ നടത്തുന്ന തന്ത്രമുണ്ടല്ലോ, പണം കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യുക, അങ്ങനെ പലതരം സ്ഥാനങ്ങൾ VR കൃഷ്ണയ്യരെ പോലെ, മുണ്ടശ്ശേരി മാഷെ പോലെയുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു. സ്വതന്ത്രരായ 5 പേരുണ്ടായിരുന്നു, അവർക്ക് പലതും വാഗ്ദാനം ചെയ്തു. എന്നാൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര MLA-മാരായതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കും. അങ്ങനെയാണ് 57 നമ്മുടെ ഗവൺമെന്റ് ഉണ്ടായത്. പിറവി കൊള്ളുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 59 ജൂലൈ മാസം 30, 31 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള കാരണം ഈ കേരളത്തിൽ നടന്ന ഒരു അട്ടിമറി സമരമാണ്. പലരും അതിനെ വിമോചന സമരം എന്ന് വിശേഷിപ്പിക്കും. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഏറ്റവും ഭീകരമായ വൃത്തികെട്ട നീക്കങ്ങളിൽ ഒന്നായിരുന്നു 59-ലെ വിമോചന സമരം. ആ വിമോചന സമരം എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടത് 1959 ജൂലൈ മാസം 11-നാണ്. 59 ജൂലൈ മാസം 12-നാണ് 11-ന് കേരള നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കപ്പെട്ടിട്ടുണ്ട്. കേരള നിയമസഭ ഒരു ബില്ല് പാസാക്കി. ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, നിങ്ങളുടെ വയനാട് ഏറ്റവും വലിയ ചൂഷണങ്ങൾ, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു നാടല്ലേ?
വലിയ രീതിയിൽ അടിമക്കച്ചവടം നടന്ന ഒരു നാടല്ലേ? പല രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ നാടിന്റെ ചരിത്രത്തിലില്ലേ? എങ്ങനെയാണ് ഇതെല്ലാം മാറിയത്? ജന്മിത്തമ്പുരാക്കന്മാർ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന് പറയാനാവാതെ വളഞ്ഞ ശിരസും കുനിഞ്ഞ നട്ടല്ലുമായി മനുഷ്യർ ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ലേ? എങ്ങനെയാ മാറിയത്? ആ മാറ്റത്തിന് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ സഖാവ് കുട്ടിപ്പയുടെ പ്രസ്ഥാനമാണ്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് EMSന്റെ ഗവൺമെന്റ് ഏപ്രിൽ മാസം 11 അധികാരത്തിൽ വന്നത് 5-ാം തീയതി 11-ാം തീയതി കേരള നിയമസഭ ഒരു ഓർഡിനൻസ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലാണ് 56-57 തെരഞ്ഞെടുപ്പുണ്ടായത്. അതിൽ 14-ൽ 13 കോൺഗ്രസ് ആണ് ഭരിച്ചത്. കോൺഗ്രസ് ഭരിച്ച 13 സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കോൺഗ്രസുകാരന് മുസ്ലിം ലീഗുകാരന് പറയാൻ കഴിയുമോ? എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയും. കേരള നിയമസഭയുടെ ആദ്യത്തെ ഓർഡിനൻസ് അത് പ്രിയപ്പെട്ടവരെ കുടിയിറപ്പ് നിരോധന ഓർഡിനൻസ് ആണ്. ജന്മിത്തമ്പുരാക്കന്മാർ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഈ മണ്ണിൽ അധ്വാനിച്ച മനുഷ്യർക്ക് മണ്ണിൽ അവകാശമില്ലാത്ത കാലത്ത് കുടിയിറപ്പ് നിരോധന നിയമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കി, EMS നടപ്പിലാക്കി. ആ EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ 3-ാമത്തെ മാസം 59 ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ കേരളത്തിൽ ഒരു നിയമമുണ്ടായി. ആ നിയമമാണ് പൊതുവിദ്യാഭ്യാസ നിയമം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദി ഏജ് ഓഫ് 14 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയത്. 2002 കേരളമോ 1957 ഗവൺമെന്റ് വന്നതിന്റെ 3-ാമത്തെ മാസം ജൂലൈ മാസം 13 കേരള നിയമസഭ പൊതുവിദ്യാഭ്യാസ ബില്ല് പാസാക്കി. ആ കേരള നിയമസഭ സഖാവ് EMSന്റെ ഗവൺമെന്റ് 1959 തന്നെ കാർഷിക ബന്ധ നിയമം, ഇന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പഴയ പേര് കാർഷിക ബന്ധ നിയമം, ആ നിയമം ഭൂരിപക്ഷത്തോടെ നിയമസഭ പാസാക്കിയതിന്റെ പിറ്റേ ദിവസമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ വിമോചന സമരത്തെ തുടർന്നാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ വ്യാപകമായ അക്രമ സമരങ്ങൾ നടക്കുകയും ആ അക്രമ സമരങ്ങളെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. കേരളത്തിലെ ഗവൺമെന്റ് പിരിച്ചുവിടപ്പെടുന്നു 356-ാം വകുപ്പ്. ഇന്ത്യയിൽ BJPക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. BJPക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല എന്നുറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ അവരെങ്ങനെയാണ് അധികാരം പിടിക്കുക? അവരുടെ ഹൈദരാബാദിലെ സമ്മേളനത്തിൽ അവർ പറഞ്ഞു കേരളം പിടിക്കണം. എങ്ങനെ പിടിക്കും കേരളം? അവിടെയാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നിഷ്കളങ്കരായ സത്യസന്ധരായ സാധാരണ മനുഷ്യർ ചിന്തിക്ക്, ഇവിടുത്തെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് അനുഭാവികൾ, രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിക്ക്. കേരളത്തിൽ BJP അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെ? അതൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടല്ല. അവർക്ക് ജയിക്കാൻ കഴിയില്ല. 140-ൽ 71 MLA-മാർ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണം കേരളം ഭരിക്കണമെങ്കിൽ. അതവർക്ക് കിട്ടില്ല. കേരളത്തിലെ MLA-മാരെ പണം കൊടുത്തു വാങ്ങാൻ കഴിയണം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കില്ല. ED-യെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ കഴിയണം. കേരളത്തിന്റെ സാഹചര്യത്തിൽ അതും നടക്കില്ല. പിന്നെ എങ്ങനെ പിടിക്കും? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വഴി. അതാണ് ഗവർണർ എന്ന വഴി. അതാണ് ഭരണഘടനയുടെ 356 എന്ന വഴി. ഇന്ത്യൻ ഭരണഘടനയിൽ 356 എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിന്റെ പ്രത്യേകത സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. അഥവാ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ കഴിയും. രാഷ്ട്രപതിക്ക് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെങ്കിൽ ഒന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടണം. അത് കേരളത്തിൽ സംഭവിക്കില്ല. നമുക്ക് 99 MLA-മാരുടെ പിന്തുണയുണ്ട്. ആരൊക്കെ പിൻവലിച്ചാലും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അട്ടിമറിക്കപ്പെടില്ല. പിന്നെങ്ങനെ? ആ വഴിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസുകാർ, BJPക്കാർ, പോപ്പുലർ ഫ്രണ്ടുകാർ എല്ലാ കൂട്ടരും ഒരുമിച്ച് ശ്രമിക്കുന്നത്. ആ അജണ്ടയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേത് വഴി? ആ വഴിയാണ് കേരളത്തിന്റെ ക്രമസമാധാനം തകരണം. ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ ഭരണഘടനയിൽ വകുപ്പുണ്ട്. ആ വകുപ്പ് ഭരണഘടനാപരമാണ്, ഭരണഘടന അലംഘനമല്ല. ആ വകുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ 356 356 സ്റ്റേറ്റ് എമർജൻസി അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒന്നെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ പിടിച്ചു തൂങ്ങണം. അങ്ങനെയൊന്നും കേരളത്തിലില്ല. പിന്നെന്താ വഴി? ആ വഴി കേരളത്തിന്റെ ക്രമസമാധാനം തകരണം.
അഥവാ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലതരം പ്രചരണങ്ങൾ, എല്ലാ കാര്യവും ഒരു പ്രശ്നമില്ല എന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. എന്നാൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അക്രമങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലീസിനെതിരെ കേരളത്തിൽ ഈ അടുത്ത് നടന്ന സമരങ്ങളിൽ നമ്മൾ കോൺഗ്രസുകാർ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഉരുളി പോലീസിന്റെ നേരെ വലിച്ചെറിയാം. പോലീസ് പെർഫെക്റ്റ് ആണ് എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. സമരങ്ങളാവുമ്പോ പണ്ട് ഞങ്ങളും നെല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉരുളി എറിഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഒരു പ്രശ്നമില്ലാത്ത ഇങ്ങോട്ട് അടി കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതിരോധിച്ചത്. ഒരാവശ്യമല്ലാതെ ഉരുളി വലിച്ചെറിഞ്ഞത് എന്തിന്? ആലോചിക്കുക. അവിടെയാണ് 59 മോഡൽ വണ്ടി വീണ്ടും എണ്ണയിട്ട് മെരുക്കിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 59-ൽ പയറ്റിയ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ കാരണമായ ആഭ്യന്തര പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടും RSSും ആലപ്പുഴയിലും പാലക്കാടും നടത്തിയത്. പോപ്പുലർ ഫ്രണ്ടും RSSും തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ ചില പോപ്പുലർ ഫ്രണ്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രചരിപ്പിക്കുന്നത് അവർ RSSനെ പ്രതിരോധിക്കുന്നവരാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ല. RSSനെ പ്രതിരോധിക്കുന്നവർ RSSുമായി ആശയപരമായ വിയോജിപ്പുണ്ടാവണം. RSSുമായി ഇടതുപക്ഷത്തിനെതിരായ പല വേദികളിലും ഒരുമിച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും RSSും. ഈ പോപ്പുലർ ഫ്രണ്ടിനെ RSS സഹായിക്കുന്നു, RSSനെ പോപ്പുലർ ഫ്രണ്ട് സഹായിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിമിഷ നേരം കൊണ്ട് അവരിൽപ്പെട്ടവരെ കൊല്ലാൻ അവർക്ക് വഴിയൊരുക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാനുള്ള മാപ്പ് തയ്യാറാക്കി കൊടുത്തത് അവർ പരസ്പരം കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ ഇസ്ലാമിക വർഗീയവാദം RSSന് ബദലല്ല. RSS ഇരുട്ടത്ത് നിൽക്കുമ്പോ RSSന് വെളിച്ചത്തേക്ക് പോകാൻ ടോർച്ചടിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. RSSും പോപ്പുലർ ഫ്രണ്ടും നാണയത്തിന്റെ ഇരുവശങ്ങളല്ല, ഒരേ നാണയത്തിന്റെ ഒരേ വശങ്ങളാണ്. അവർ ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഈ രാജ്യത്ത് ഫാസിസത്തെ തടയാനാവില്ല, ഇസ്ലാമിക വർഗീയത കൊണ്ടാവില്ല, ന്യൂനപക്ഷ വർഗീയത കൊണ്ടാവില്ല, മുസ്ലിം ലീഗിനെ കൊണ്ട് ഒട്ടുമേ ആവില്ല. അത് ചരിത്രത്തിലേറെ തെളിവുകളുണ്ട്. മുസ്ലിം ലീഗ് എന്നത് ഭരണം ലഭിക്കുമ്പോൾ ഒരു സാമ്പത്തിക പാർട്ടിയും ഭരണം നഷ്ടപ്പെടുമ്പോ ഒരു വർഗീയ പാർട്ടിയുമാണ്. മുസ്ലിം ലീഗിന് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ, അത് അടിസ്ഥാനപരമായി അതൊരു ബിസിനസ് ഗ്രൂപ്പാണ്. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നതിനപ്പുറം അതൊരു വ്യാപാര സംഘമാണ്, അതൊരു കച്ചവട സംഘമാണ്. ഒരു കച്ചവട സംഘത്തിന് നിലനിൽക്കണമെങ്കിൽ കച്ചവടത്തിന് ആവശ്യമായ മതനിരപേക്ഷത വേണ്ടിവരും. കച്ചവടക്കാരന്റെ ഒരു മതനിരപേക്ഷത മുസ്ലിം ലീഗിൽ പലപ്പോഴും നമ്മൾ കാണും. അത് കണ്ടിട്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത് മുസ്ലിം ലീഗ് അത്ര പ്രശ്നമല്ല. മുസ്ലിം ലീഗ് കച്ചവട പാർട്ടിയാണ്. അവർക്ക് നിലനിൽക്കാൻ, അവരുടെ ബിസിനസിന് മുന്നോട്ട് പോകാൻ അവർക്ക് സെക്യുലറിസത്തിന്റെ മുഖം മൂടി വേണം. ലീഗിന് അധികാരം നഷ്ടപ്പെടുമ്പോ ലീഗ് അവരുടെ കൃത്യമായ വർഗീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. അവർ വഖഫിന്റെ പേരിൽ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങൾ നമ്മൾ കണ്ടതല്ലേ. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഇന്നവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ആ ശ്രമങ്ങളെയെല്ലാം ഈ നാട് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോ അതിനെതിരെ ഉയർന്നു നിന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ചരിത്രത്തിലേക്ക് വിശദമായി പോകുന്നില്ല. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് സഖാവ് പിണറായി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വ്യക്തമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണം ഇങ്ങനെയാണ്: കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണ്ട. മുസ്ലിം സമുദായത്തിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വേണ്ട. എന്നാൽ മുസ്ലിം ലീഗിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം സമുദായം വേണം. മുസ്ലിം സമുദായത്തിന്റെ പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം സമുദായത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി, സാമ്പത്തികമായി വളരാൻ ശ്രമിക്കുന്ന ക്രിമിനൽ സംഘമാണ് മുസ്ലിം ലീഗ്. അവർക്ക് ഈ നാടിന്റെ പോരാട്ട ചരിത്രത്തിൽ എവിടെയും പങ്കില്ല. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ, മമ്പുറം തങ്ങൾമാർ 1906 മുസ്ലിം ലീഗുണ്ട്. 1921 മലബാർ സമരം. 21 മലബാർ സമരം നടക്കുന്ന സമയത്ത് ലീഗ് ഈ മലപ്പുറം ജില്ലയിലോ വയനാട്ടിലോ കോഴിക്കോടോ പൂർണ്ണമായും ഇല്ലായിരുന്നു എന്ന് സമർത്ഥിക്കാനാവില്ല. അന്നത്തെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാരുണ്ട്.
മലബാർ സമരത്തിൽ പങ്കെടുത്ത വാരിയൻകുന്നൻ, ആലി മുസ്ലിയാർ, മമ്പുറം തങ്ങന്മാർ, ആ കാലഘട്ടത്തിലെ മുസ്ലിം നേതാക്കന്മാർ അവരാരും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് അവരാരും വിവരമില്ലാത്തവരല്ലോ. അവർക്ക് അന്നത്തെ ദി ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയ മറുപടി കുറിപ്പ് എഴുതിയ ആളാണ് സാക്ഷാൽ വാരിയൻകുന്നൻ. വാരിയൻകുന്നൻ വിവരമില്ലാത്ത ആളല്ല. ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. മൂപ്പര് മറ്റേ കർമ്മൂസത്തണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കർമ്മത്തി നോക്കും, കർമ്മൂസത്തണ്ടേറ്റ് പോയി എന്നൊക്കെ ഇവിടുത്തെ ലീഗിന് പ്രസംഗിക്കാം. അങ്ങനെ ഒരാളല്ല. കൃത്യമായി ഇംഗ്ലീഷിൽ മറുപടി എഴുതിയ ലോക വിവരം ഉണ്ടായിരുന്ന ആളാ. ആ ആൾക്ക് 906 മുസ്ലിം ലീഗിനെ കുറിച്ച് വിവരമല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 906 ലീഗിനെ കുറിച്ച് 21 വിവരമുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ലീഗിലേക്ക് പോയില്ല? ലീഗിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംഘടിപ്പിച്ചില്ല? അവർ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്നവരല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ലീഗുകാർ, ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. എല്ലാവരും അല്ല. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ യൂസുഫൊക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ പല മുസ്ലിം ലീഗുകാരും ഇപ്പോ പണ്ട് ഞങ്ങളൊക്കെ എതിർത്തിരുന്ന ആളുകൾ ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. ചില ആളുകൾ ഇപ്പോഴും അപ്പുറത്താണ്. പക്ഷെ ഒരുമിച്ച് ചായ കുടിച്ച് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചായ കുടിക്കുമ്പോ അവര് പറയുന്ന ചില വർത്താനുണ്ട്. അതിലൊന്ന്, സംഗതിയൊക്കെ ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കൊന്നുമില്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേണട്ടോ, നിങ്ങളെ ചോന്ന കൊടി വേണട്ടോ, നിങ്ങളെ പിണറായി വേണട്ടോ. ഇത് പറയുന്നവരല്ലേ ലീഗുകാർ. സാധാരണ മുസ്ലിം ലീഗുകാരോട് വെറുതെ ഒരു നാട്ടുവർത്താനം പറഞ്ഞു നോക്ക്. ലീഗിൽ നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. ആ നിഷ്കളങ്കരായ മനുഷ്യരെ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ ഈ പ്രമാണി വർഗത്തിന് അടിമകളാക്കി വെക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവല്ലേ കുട്ടിപ്പയുടെ ഈ നാട്. എത്രയെത്ര മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. ആരെയും വാഗ്ദാനങ്ങൾ കൊടുത്തു കൊണ്ടുവന്നതല്ലോ, ആരെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയതല്ലോ. ഈ ചുവപ്പിന്റെ കൂടെ നിന്നാൽ ഹറാമാണ്, സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവർ കൂടെ നിന്നത് ഈ ചുവപ്പ് ഭൂമിയിലെ മനുഷ്യന്റെ പട്ടിണി മാറാൻ, ഇവിടുത്തെ സാധാരണക്കാരനെ ഒരുമിക്കാൻ, ഇവിടുത്തെ RSS അജണ്ടകളെ ചെറുക്കാൻ ചുവപ്പല്ലാതെ മറ്റെന്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കൂടെ വന്നവരാ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇടതുപക്ഷത്തെ തകർക്കാൻ നുണപ്രചരണം നടത്തുന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില നേതാക്കന്മാർ ജയിലിലേക്ക് വണ്ടി കയറാൻ തയ്യാറായി നിൽക്കുക. വഖഫ് ഞാൻ വിശദീകരിക്കുന്നില്ല. വഖഫിലൊക്കെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ബേജാറ് പൈസ പോകുന്നും കൂടിയാണ്. തെളിവ് എന്റെ കയ്യിലില്ല, എന്നാൽ കൃത്യമായ ഒരു നിരീക്ഷണം ഞാനിവിടെ പറയാം. മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന പല ഈ വെൽഫെയർ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് ഫണ്ട് കൊടുക്കുന്ന പല പ്രവർത്തനങ്ങളും പലരും വിചാരിക്കുന്നത് ഇത്രയും കാലം പ്രഖ്യാപിക്കപ്പെട്ടത് അവരുടെ ഈ KMCC കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ KMCC ഫണ്ടാണ്. ഞാൻ പറയുന്നു അത് വെറും KMCC ഫണ്ട് ആവില്ല. അവിടെയാണ് നമ്മൾ കേരളത്തിൽ മുസ്ലിം ലീഗ് അവരുടെ ഒരു ക്രിമിനൽ ധനസമാഹരണ തന്ത്രം ഇവിടെയുണ്ട്. അതാണ് സഖാവ് KT ജലീലും ഇടതുപക്ഷ പാർട്ടിയും ഇപ്പോഴത്തെ മന്ത്രിയായ അബ്ദുറഹ്മാൻ സഖാവും ഒക്കെ കടക്കൽ കത്തിവെച്ചത്. അതാണ് വഖഫ്. മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സാമ്പത്തിക സംഘമായിട്ട് അവർ പ്രവർത്തിച്ചു. എങ്ങനെ? വഖഫ്, നിങ്ങളുടെ ഈ അങ്ങാടിയിൽ ഈ കടക്ക് ഒരു ദിവസം 100 രൂപ വാടകയുണ്ട് എന്ന് വിചാരിക്കുക. 100 രൂപ കിട്ടുന്നതിന് പകരം 20 റുപ്യക്ക് അത് വാടക കൊടുത്താൽ ആർക്കാ നഷ്ടം? അതിന്റെ ഉടമക്ക് നഷ്ടം. മുസ്ലിം സമുദായത്തിന്റേതാണ് വഖഫ് കെട്ടിടങ്ങൾ. ആ വഖഫ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കേണ്ടത് അതിന്റെ ഏറ്റവും പുതിയ വാടക കരാർ അനുസരിച്ചാണ്. എന്നാൽ 1980കളിലും 1990കളിലും ഒക്കെ തയ്യാറാക്കിയ വാടക കരാർ ഒരിക്കൽ പോലും പുതുക്കാതെ കോഴിക്കോട് അങ്ങാടിയിൽ ഉൾപ്പെടെ വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗുകാരൻ അവരുടെ ചില പ്രമാണികൾക്ക് ചെറിയ വിലക്ക് വാടക കൊടുത്തിട്ടുണ്ട്. ആ വാടക കരാർ പുതുക്കി പുതിയ അവസ്ഥയിലേക്ക് മാറ്റിയാൽ ആർക്കാണ് ലാഭം? മുസ്ലിം സമുദായത്തിന്റെ വരുമാനമല്ലേ, അവരുടെ വഖഫിന്റെ പണമല്ലേ. അത് തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോ ആ ഇടതുപക്ഷ ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണെന്ന് പ്രചരണം നടത്തുന്നു. ഇത് ഇന്ന് മുസ്ലിം ലീഗുകാർ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കലാണ്. കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ അതിന്റെ ലാഭം മുസ്ലിം ലീഗിനും അതിന്റെ ലാഭം RSSനാണ്. ആ RSSന്റെ ലാഭം അവർക്കുണ്ടാക്കി കൊടുക്കാൻ RSSനെ സഹായിക്കുകയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും. അവരുടെ തലച്ചോറുകളാണ് പല മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും ഇന്ന് നിയന്ത്രിക്കുന്നത്. അവിടെയാണ് ഈ നാട് സൂക്ഷ്മതയോടെ കാണേണ്ടത്. കേരളത്തിൽ ഒരു കാരണവശാലും മത സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മത സാമുദായിക സംഘർഷങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ
RSSന് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടും. അത് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അവർ ആലപ്പുഴയിലും പാലക്കാടും നടത്തുന്നത്. അതിന്റെ തുടർച്ചകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ RSSും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. അവരെ ചെറുത്തു തോൽപ്പിക്കണം. അവരെ ചെറുത്തു തോൽപ്പിക്കുന്നതിനോടൊപ്പം ഇന്ത്യ എന്ന നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ ഇല്ലാതാക്കാൻ 2025 ഇന്ത്യയെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള RSS ശ്രമങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം. രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷത സംരക്ഷിക്കണം. രാജ്യത്തിന്റെ ഫെഡറൽ ഭരണഘടനയും ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കാൻ പോരാട്ടങ്ങൾ ഉയർന്നു വരണം. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. ഫെഡറലിസം സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാന സർക്കാർ സംരക്ഷിക്കപ്പെടുക എന്നാണ്. കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നോക്കൂ നിങ്ങൾ. ഏറ്റവും അവസാനം ഷിബു സോറൻ ജാർഖണ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് BJPയുടെ കൂടെ നിന്ന BJPക്കാരല്ലാത്ത സകല രാഷ്ട്രീയ പാർട്ടിയുടെയും മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ED, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര്, അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ പാലം വലിപ്പിച്ച് മുഖ്യമന്ത്രിമാരെ ഇല്ലാതാക്കുക. ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. അത് കഴിയാത്ത ഒരു സ്ഥലമാണ് കേരളം. EDയെ വിട്ട് കേരളത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇതിന് വീണു പോകരുത് കേരളത്തിലെ ജനങ്ങൾ. കേരളം സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. കേരളം അട്ടിമറിക്കപ്പെട്ടാൽ കേരളത്തിലെ ഗവൺമെന്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം കേരളത്തെ ഇല്ലാതാക്കാനല്ല, CPIMന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനല്ല, LDF സർക്കാരിനെ ഇല്ലാതാക്കാനല്ല, പിണറായി വിജയനെ മാത്രം ആക്രമിക്കാനല്ല. പിണറായി വിജയനെ ആക്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ആക്രമിക്കപ്പെട്ട് കേരളത്തിൽ ഇല്ലാതാക്കപ്പെട്ടാൽ കേരളം അട്ടിമറിക്കപ്പെടും. നോക്കൂ നിങ്ങൾ, RSSന്റെ പുസ്തകം വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വാക്ക് ഞാൻ നേരത്തെ ആവർത്തിച്ചതാണ്. ഇന്ത്യ ഈസ് ഭാരത് ഷാൽ ബി ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. RSSന്റെ വിചാരധാര കൃത്യമായി എഴുതി വെക്കുന്നു. ഭാരത് ഈസ് ഹിന്ദുസ്ഥാൻ ഷാൽ ബി ദ യൂണിറ്ററി സ്റ്റേറ്റ്. എന്താണ് RSSന്റെ വാദം? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ല, യൂണിറ്ററി സ്റ്റേറ്റ് ആണ്. എന്താ യൂണിറ്ററി സ്റ്റേറ്റ്? യൂണിറ്ററി എന്നാൽ ഏകഘടക രാഷ്ട്രം. എന്താണ് ഏകഘടകം? ഒരു കേന്ദ്ര സർക്കാർ മാത്രം ഭരിക്കുന്ന, ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മാത്രമുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റണം. ഇന്ത്യ മുഴുവൻ RSS ആഗ്രഹിക്കും വിധം അവരുടെ അഖണ്ഡ ഭാരതം സൃഷ്ടിക്കണം. അവരുടെ അഖണ്ഡ ഭാരതം സൃഷ്ടിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ഉണ്ടായി? 2 കാരണം. 1, രാജ്യത്തിന്റെ വലുപ്പം. 2, വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ അജണ്ട. അത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സാമൂഹിക വൈവിധ്യം, ഡൈവേഴ്സിറ്റി. ഇതാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇതുണ്ടാവരുത്. അഥവാ രാജ്യത്തിന്റെ ബഹുസ്വരത അട്ടിമറിക്കണം. രാജ്യത്തിന്റെ ബഹുസ്വരത അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെ ഇന്ത്യ ഉണ്ടാവില്ല. അങ്ങനെ ഇന്ത്യ ഇല്ലാതായാൽ പിന്നെ ഇതുപോലത്തെ പൊതുയോഗങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇന്ത്യ ഇല്ലാതായാൽ പിന്നെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് എന്ത് പ്രസക്തി? അപ്പൊ ചിലർ ചോദിക്കും, അപ്പോഴും സംസ്ഥാനങ്ങൾ ഉണ്ടാവുക, അങ്ങനെ പൂർണ്ണമായും പോകുമോ? നോക്കൂ നിങ്ങൾ, തമിഴ്നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ സ്റ്റേറ്റ് വേണമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയും അവിടെയില്ല. എന്നാൽ തമിഴ്നാടിനകത്തെ കോയമ്പത്തൂർ കേന്ദ്രമായി കൊങ്കുനാട് എന്ന പേരിൽ ഒരു പുതിയ പ്രദേശം സൃഷ്ടിക്കണം. അവിടെ വാദമുണ്ട്. ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളെയും ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ച് കൃത്യമായി ഭരണഘടനയിൽ പറയുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റി സംസ്ഥാനത്തിന്റെ അധികാരമാണ്. കാർഷിക മേഖല സംസ്ഥാനത്തിന്റെ ലിസ്റ്റിൽപ്പെടുന്നത്. എന്നിട്ടും ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം സംസ്ഥാന സർക്കാർ. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ പിണറായിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം വൈദ്യുതി ബില്ല് കൂടിയിട്ടില്ല. എന്നാൽ ഇനി കൂടും. നിങ്ങളെല്ലാവരും പോയിട്ട് ഇപ്പൊ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നുണ്ടല്ലോ. കുറച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആളുകളുടെ ആഫീസ് കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം പെട്രോളിന്റെ വില കൂടുന്നതാണല്ലോ ഈ ഇലക്ട്രിക് കാറിലേക്ക് തിരിയാനുള്ള കാരണം. ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദന അധികാരം സംസ്ഥാനങ്ങൾക്കും വിതരണ അധികാരം പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്കും കൊടുക്കാനുള്ള ബില്ല് പാർലമെന്റിൽ വന്നു കഴിഞ്ഞു. എതിർത്തത് ഇടതുപക്ഷം മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇന്ത്യ മാറുകയാണ്. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധികാരങ്ങൾ പോലും ഇന്ത്യൻ പാർലമെന്റിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ ജനാധിപത്യം വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു. രാജ്യത്തെ പല പ്രദേശങ്ങളും RSS ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞു.
രാജ്യത്തിന്റെ ചരിത്രത്തെ, രാജ്യത്തിന്റെ ശാസ്ത്രബോധത്തെ, രാജ്യത്തിന്റെ മതനിരപേക്ഷ ജീവിത പാരമ്പര്യങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ഈ രാജ്യം ഭരിക്കാൻ, രാജ്യത്തെ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനാണ് RSS ശ്രമിക്കുന്നത്. RSSന്റെ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ബഹുജനത്തെ രാഷ്ട്രീയമായി ബോധ്യവൽക്കരിക്കേണ്ടതുണ്ട്. അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത്, CPIM ചെയ്യുന്നത്. CPIMനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളോട്, CPM ഇല്ലാത്ത ഇന്ത്യ കിനാവ് കാണുന്നവരോട് സഖാവ് പ്രഭാത് പട്നായിക്കിന്റെ ഉജ്ജ്വലമായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്തു പ്രസക്തി എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രഭാത് പട്നായിക്കിനോടും ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്തകനാണ്. പ്രഭാത് പട്നായിക്കിനോടുള്ള ചോദ്യം, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി? ത്രിപുര പോയി, ബംഗാൾ പോയി, നിങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം എന്ത് പ്രസക്തി സഖാക്കളെ നിങ്ങൾക്ക്? ഈ ചോദ്യത്തിനുള്ള മറുപടി സഖാവ് പ്രഭാത് പട്നായിക്ക് പറഞ്ഞു, ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ എന്തു പ്രസക്തി എന്നതല്ല, ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്തു പ്രസക്തി എന്നതാണ്. ഡൽഹിയിൽ ഞങ്ങളുടെ പാർട്ടി അത്ര ശക്തമല്ല, എന്നാൽ ഡൽഹിയിലെ പാവപ്പെട്ട മുസൽമാന്റെ വീടുകൾക്ക് മുകളിലേക്ക് RSSന്റെ കോമ്പല്ലുകളുള്ള കാവി ബുൾഡോസറുകൾ പാഞ്ഞെടുത്തു വന്നപ്പോ അരുത് എന്ന് പറയാൻ മുന്നിൽ നിൽക്കാനുണ്ടായത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വൃന്ദ കാരാട്ടാണ്. കാരാട്ടിന്റെ പ്രസ്ഥാനം, വൃന്ദ കാരാട്ടിന്റെ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്കക്കാർ വേട്ടയാടപ്പെടുമ്പോ അരുതെന്ന് പറയാൻ നമ്മുടെ മുന്നിലുണ്ടാകും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ, സ്വതന്ത്ര ചിന്തകർ, ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ, നട്ടലുള്ള മനുഷ്യർ ജയിലിലടക്കപ്പെടുകയാണ്. തീസ്താ സത്തൽവാദിനെ പോലെയുള്ളവർ ഈ രാജ്യത്തിന്റെ ജയിലറക്കുള്ളിലാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും ജനാധിപത്യം എന്ന് തന്നെ നമ്മൾ പറയുന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ബാബരി കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ആ ജഡ്ജിയുടെ പേര് ഇന്ദു മൽഹോത്ര. പുതിയ അതിന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് അതിപ്പോ പേര് പെട്ടെന്ന് ഓർമ്മിട്ടില്ല വരും. അദ്ദേഹം ഇന്ന് BJPയുടെ രാജ്യസഭാ MP ആണ്, അഥവാ 6 ബെഞ്ചാണ്. അതിൽ ഒരാളാണ് ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്ര അല്ലാത്ത അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ആ ചീഫ് ജസ്റ്റിസ് ഇന്ന് BJPയുടെ രാജ്യസഭാ അംഗമാണ്. അങ്ങനെയുള്ള ആളുകൾ, ഇന്ദു മൽഹോത്രയെ പോലെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ, രാജ്യത്തെ ജുഡീഷ്യറി പോലും RSS വിഴുങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടതുപക്ഷം ഈ പതാകയുമായി മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുണ്ടാവണം. ഇടതുപക്ഷത്തിന് കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കാൻ, പോരാടാൻ ഈ മണ്ണിനകത്തെ മനുഷ്യർക്ക് കരുത്തുണ്ടാകൂ. കൂടുതൽ കരുത്തോടെ സഖാവ് കുട്ടിപ്പയുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവേണ്ടതുണ്ട്. സഖാവിന്റെ ഓർമ്മ 33 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓർക്കുമ്പോ ഇന്ന് നമ്മുടെ കൂടെ സഖാവ് 19ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഖാവ്, കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട സഖാവ് കുട്ടിപ്പ നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് വിളിക്കുന്ന മുദ്രാവാക്യം അത് ഫാസിസത്തിനെതിരായ മുദ്രാവാക്യമാണ്, അത് ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സഖാവ് കുട്ടിപ്പയുടെ ഓർമ്മ ദിനം നമുക്ക് കരുത്താവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്തുവെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം സഖാക്കളെ, അഭിവാദ്യങ്ങൾ.